സ്ക്രീൻ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് അതല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ്, ഇനോതന്റിക് കണ്ടന്റ്, ഇങ്ങനെ ഒരുപാട് റീസണുകൾ പറഞ്ഞിട്ട് യൂട്യൂബ് മോണിറ്റൈസേഷൻ റിജക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ റിജക്ട് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങൾ ചുമ്മാ ഒരു സ്ക്രീൻ കാസ്റ്റ് ഒരു വോയിസ് ഇല്ലാതെ കൊടുത്താലൊന്നും മോണിറ്റൈസേഷൻ യൂട്യൂബ് അപ്രൂവ് ചെയ്ത് തരില്ല. ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ലൈവ് ചെയ്ത് വാച്ച് ടൈം കൂട്ടുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, ഏത് രീതിയിൽ ചെയ്താലാണ്, സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്താൽ കുഴപ്പമുണ്ടോ, അതായത് അവരുടെ വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ ലൈവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എങ്ങനെ ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റേഴ്സിന്, ന്യൂ യൂട്യൂബേഴ്സിന് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു ആദ്യ പാർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണിത്, ലൈവിനെ കുറിച്ചിട്ട്. അപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്താണ് ലൈവ് ചെയ്ത് വാച്ച് ടൈം കൂട്ടുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ അധികം സംസാരിക്കാത്തത്, പറയാത്തത്, അതിനെക്കുറിച്ച് അധികം സംസാരിച്ച് കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പൊ എനിക്കും തോന്നി ലൈവ് ചെയ്ത് വാച്ച് ടൈം കൂട്ടുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ലൈവിനെ കുറിച്ച് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നുള്ളത്. അപ്പൊ നിങ്ങളൊരു ന്യൂ യൂട്യൂബർ ആണ്, നിങ്ങൾക്ക് വാച്ച് ടൈം കുറവാണ്, ലൈവ് ചെയ്യണം, സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്യണം, അല്ലെങ്കിൽ ഫേസ് കാണിച്ച് ലൈവ് ചെയ്യണം, ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ലൈവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യൂട്യൂബിൽ പ്ലസ് ബട്ടണിൽ നമ്മൾ യൂട്യൂബിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം, ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അതിൽ തന്നെ അടുത്തൊരു ഓപ്ഷനാണ് ലൈവ്. നമുക്ക് യൂട്യൂബ് അനുവദിച്ച് തന്നിട്ടുള്ളൊരു ഓപ്ഷനാണ്. പക്ഷെ ഇവിടെ എന്നോട് ചോദിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സംശയം, നിങ്ങളുടെ ആ ഒരു ടെൻഷൻ, ലൈവ് ചെയ്ത് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്താൽ അത് കിട്ടുമോ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് വരുന്നത്? സ്വാഭാവികമാണ്, നിങ്ങൾക്ക് ആ 1000 സബ്സ്ക്രൈബർ, ആ 4000 വാച്ച് ടൈം എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നു. ന്യൂ യൂട്യൂബർ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചാനൽ തുടങ്ങുന്നു, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, വ്യൂസ് വരുന്നില്ല, സബ് വരുന്നില്ല, ഭയങ്കര ടെൻഷൻ ആയിരിക്കും. കാരണം ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും നമ്മളൊക്കെ ചാനൽ തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ വിചാരിച്ച പോലെയല്ല, 10 മില്യൺ ഷോർട്സ് വ്യൂസും ആകുന്നില്ല, വാച്ച് ടൈമോ അനങ്ങുന്നു പോലും ഉണ്ടാവില്ല. ഷോർട്സിന് ഒരു 1000 2000 ഒക്കെ വ്യൂസ് വരുന്നുണ്ടായിരിക്കും, അത് അവിടെ സ്റ്റക്ക് ആകുന്നുണ്ട്. പക്ഷെ ലോങ് വീഡിയോ ഒന്ന് ഇട്ട് നോക്കുമ്പോഴോ തീരെ വ്യൂസും വരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് ചിന്തിക്കുക, ഇതെങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം? കാരണം നമ്മുടെ മനസ്സിലേക്ക് മുഴുവൻ എന്താണ്, ഒരു ചാനൽ തുടങ്ങി അത് മോണിറ്റൈസേഷൻ ആക്കുക എന്നുള്ളത്. ഭയങ്കര അംബീഷൻ എന്താണ്, മോണിറ്റൈസേഷൻ. ആ ഒരു ഗ്രാഫ് 1000 സബ്സ്ക്രൈബർ 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് എല്ലാ ന്യൂ യൂട്യൂബേഴ്സിനും. ഇപ്പൊ ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്കും അത് തന്നെയാണ്. മോണിറ്റൈസേഷന്റെ ക്രൈറ്റീരിയ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ്. അങ്ങനെ വീഡിയോ ചെയ്താലാണ് ഷോർട്സ് വ്യൂസ് കൂടുക അല്ലെങ്കിൽ വാച്ച് ടൈം കിട്ടുക. അത് ചെയ്തപ്പോൾ അത് കിട്ടുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്ത മാർഗം നോക്കും. അപ്പൊ എന്താണ് മാർഗം? ഇപ്പൊ ചിലര് പറയും ക്യാഷ് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ ചിലര് ആ രീതിയിലേക്ക് പോകും. മറ്റു ചിലർ എന്താണ്, ഇതുപോലെ ക്യാഷിന് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തിട്ട് ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ള അറിവുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ എന്താണ്, ഒരുപാട് പേര് ലൈവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലൈവ് ചെയ്ത് മോണിറ്റൈസേഷൻ ആക്കാലോ എന്നുള്ളത് ആ ഒരു അവസരത്തിലാണ് ചിന്തിക്കുക മിക്ക പേരും. അതുകൊണ്ടാണ് ലൈവ് ചെയ്യുമ്പോൾ വാച്ച് ടൈമിലേക്ക് അത് കംപ്ലീറ്റ് ആക്കിയിട്ട് മോണിറ്റൈസേഷൻ കിട്ടുമോ എന്നുള്ള സംശയം വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈവ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ലൈവിനെ കുറിച്ചോ അതിലെ വ്യൂസോ അല്ലെങ്കിൽ അതിന്റെ ഒരു റവന്യൂ ഇതൊന്നും അല്ല. ഷോർട്സ് വീഡിയോ ചെയ്തപ്പോഴും ലോങ് വീഡിയോ ചെയ്തപ്പോഴും നിങ്ങൾക്ക് വാച്ച് ടൈം വന്നിട്ടില്ല, ഷോർട്സ് വ്യൂസ് വന്നിട്ടില്ല. സോ അടുത്തൊരു പരീക്ഷണമാണ് ലൈവ്. ഇതിലെങ്കിലും രക്ഷപ്പെടുമോ എന്നുള്ള ഒരു ഭാഗ്യ പരീക്ഷണം പോലെ നിങ്ങൾ ചെയ്യണം. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റത്തെ മിസ്റ്റേക്ക് എന്ന് എനിക്ക് പറയാനുള്ളത്, ലൈവ് എന്തിനാണ് എന്നുള്ളതാണ്. ലൈവ് ചെയ്ത് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ലൈവ് ചെയ്തു, മോണിറ്റൈസേഷൻ ആയി അല്ലെങ്കിൽ ആയില്ല, 2 സാധ്യതകളാണ് അവിടെ. ആയില്ലെങ്കിൽ നിരാശ, ആയാൽ സന്തോഷം. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്, ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞ ന്യൂ യൂട്യൂബർ, അതായത് ഇത് കാണുന്ന എനിക്കും നിങ്ങൾക്കും ആദ്യത്തെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യലാണ് ഏറ്റവും വലിയ സന്തോഷം. ഇനി നിങ്ങൾ ലൈവ് ചെയ്തു, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി, 1000 സബ്സ്ക്രൈബർ 4000 വാച്ച് ടൈം കിട്ടിയെന്ന് കരുതുക. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം ഷോർട്സ് വീഡിയോ ഇട്ടിട്ട് അനങ്ങിയില്ല, ലോങ് വീഡിയോ ഇട്ടിട്ടും അനങ്ങിയില്ല. ഈ ഒരു ലൈവ് ചെയ്തപ്പോൾ വാച്ച് ടൈം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് മണിക്കൂറുകളോളം ഇരുന്നാലും കുഴപ്പമില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആ ഒരു
അച്ചീവ്മെന്റ് നമുക്ക് കിട്ടി, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി, നമ്മളൊക്കെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെക്കും, എല്ലാവരോടും നമ്മൾ പറയും, ഭയങ്കര സന്തോഷമായിരിക്കും ഏതൊരു ക്രിയേറ്റർക്കും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് നമ്മളൊരു അടുത്ത ഒരു ടാർഗറ്റ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മൾ ആ സമയത്താണ് ഒരു നഗ്ന സത്യം തിരിച്ചറിയുക. എന്താണ്? മോണിറ്റൈസേഷൻ ആയി, ആ സന്തോഷമൊക്കെ വന്നു, എല്ലാവരോടും നമ്മൾ ഷെയർ ചെയ്തു, ഭയങ്കര ഹാപ്പിയായി. പക്ഷെ മോണിറ്റൈസേഷൻ ആക്കിയത് എന്തിനാണ്, അല്ലെങ്കിൽ ആവേണ്ടത് എന്തിനാണ്? നമുക്ക് അതിലൂടെ ഒരു വരുമാനം കിട്ടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷെ റവന്യൂ കയറുന്നുണ്ടാവില്ല. നമ്മൾ പിന്നെയും ലൈവ് ഇങ്ങനെ ചെയ്തു നോക്കും, റവന്യൂ കയറുന്നില്ല. അപ്പൊ നമ്മൾ ഷോർട്സ് ചെയ്ത് നോക്കും, പഴയ പോലെ തന്നെ. ലോങ് ചെയ്ത് നോക്കും, പഴയ പോലെ വ്യൂസ് ഇല്ല. ഇപ്പൊ ചാനൽ മോണിറ്റൈസേഷൻ ആയോ? ആയി. പക്ഷെ റവന്യൂ കയറുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആദ്യത്തെ നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് 1000 സബ്സ്ക്രൈബർ, 4000 വാച്ച് ടൈം ആണ്. പക്ഷെ മോണിറ്റൈസേഷൻ ആയപ്പോഴാണ് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നത് ഇതല്ല നമ്മുടെ അംബീഷൻ, അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെന്റ് ആക്കി വെക്കേണ്ടത്. $100 ആയാലേ നമുക്ക് എന്തെങ്കിലും കിട്ടൂ, നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് കിട്ടൂ എന്നുള്ളത്. ഈ ഒരു സമയത്ത് നമ്മളത് തിരിച്ചറിയും. ഇതിനു മുന്നേ നമ്മൾ പല ഭാഗത്തുനിന്നും കേട്ടിട്ടുണ്ടായിരിക്കും, $100 ആയി കഴിഞ്ഞാലാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുക. അപ്പൊ നമ്മളെ മനസ്സിലേക്ക് $100 എങ്ങനെ ആക്കാം എന്നൊരിക്കലും വരില്ല. $100 എന്ന് പറയുമ്പോൾ ഇപ്പൊ എത്ര, ഇപ്പൊ ഒരു ആവറേജ് ഒരു 90 എടുക്കുകയാണെങ്കിൽ 9,000, 9,000 രൂപ കിട്ടും, മതി, അങ്ങനെ മതി എന്നുള്ളൊരു ചിന്തയാണ്. അപ്പൊ എന്ത് വേണം, അതിന് മോണിറ്റൈസേഷൻ ആക്കണം. അപ്പൊ മോണിറ്റൈസേഷൻ നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്തു. പക്ഷെ ഈ $100 ആകേണ്ട ലെവലിലേക്ക് നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടോ? ഇല്ല. അത് വരാത്തത് എന്തുകൊണ്ടാണ്? ആദ്യം ഷോർട്സിനും ലോങ്ങിനൊന്നും വ്യൂസ് വന്നപ്പോൾ നമ്മൾ അവിടെ എന്തുകൊണ്ട് വ്യൂസ് വന്നില്ല എന്നുള്ളത് സോൾവ് ചെയ്യല്ല ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ കുറ്റങ്ങൾ കുറവുകൾ നികത്തുകയല്ല, അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ആവശ്യങ്ങൾ കണ്ടെത്തി വീഡിയോ ചെയ്യുകയല്ല ചെയ്തത്. നമ്മൾ അത് ക്രൈറ്റീരിയ എങ്ങനെ ഫുൾഫിൽ ചെയ്യാമെന്നുള്ളത് നോക്കി. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? കുറെ ലൈവ് ചെയ്തു, സ്ക്രീൻ കാസ്റ്റ് ലൈവ്, എന്ത് ലൈവ് ആയാലും നമ്മളത് ചെയ്ത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് അടുത്ത ലക്ഷ്യം വരുന്നത് $100 ആണ്. ഇത് എല്ലാ മാസവും കിട്ടുന്ന ലെവലിലേക്ക്. ഇനി നിങ്ങളൊരു കൊല്ലം, ഒരു വർഷം, ഇപ്പൊ എനിക്കറിയാം കുറെ ക്രിയേറ്റേഴ്സിന് നമ്മൾ അടുത്ത് വരുമ്പോൾ ഒരു വർഷമായിട്ട് $100 ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പോകുന്നവരുണ്ട്. പക്ഷെ ആ സമയത്താണ് അവർ തിരിച്ചറിയുന്നത് $100 കിട്ടലും അല്ല ഒരു ക്രിയേറ്ററുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്നുള്ളത്. മിനിമം എല്ലാ മാസവും ഒരു ചെറിയ റവന്യൂ, $100, ഒരു 10,000 രൂപ നമുക്ക് കിട്ടുന്ന ലെവലിലേക്ക് വരുമ്പോഴല്ലേ നമുക്ക് ഇത്രയും സമയം നമ്മൾ ഇതിൽ സ്പെൻഡ് ചെയ്യുന്നതിൽ കാര്യമുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ലൈവിൽ നിങ്ങൾ മണിക്കൂറുകളോളം ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെ ഏറ്റവും വിലപ്പെട്ടത്, വാല്യൂ ഉള്ളത് സമയത്തിനാണെന്നാണല്ലോ എല്ലാവരും പറയാറുള്ളത്. അപ്പൊ ആ സമയം നമ്മൾ മണിക്കൂറുകളോളം ചെലവഴിച്ച് നിങ്ങൾ ലൈവ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡോളർ കയറണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? വ്യൂസ് കൂടണം. അത് ലോങ് വീഡിയോ ഒക്കെ ആയാലും ഷോർട്സിനായാലും. അത് സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവിലൂടെ എന്താണ് കാര്യം? പിന്നെ ലൈവിലൂടെ കിട്ടും സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ്, മെമ്പർഷിപ്പ് ഒക്കെ നമുക്കറിയാം. അപ്പൊ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലൈവ് എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഷോർട്സ് പോലെ ലോങ് വീഡിയോ ചെയ്യുന്ന പോലെ ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ ലൈവ് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ ഏത് തരം ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ ലൈവ് ചെയ്യുമ്പോൾ, ഞാൻ ലൈവ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ നിങ്ങളുമായി ഒരു ലൈവ് ചെയ്യുമ്പോൾ വെറുതെ വാച്ച് ടൈമിന് വേണ്ടി ലൈവ് ചെയ്യുന്നതിന് പകരം ആ ലൈവ് ചെയ്യുമ്പോൾ ആ ലൈവ് കണ്ടന്റ്, അതാണ് എന്റെ കണ്ടന്റ്. എനിക്ക് ആളുകളുമായിട്ട് സംസാരിക്കാനും ഇന്ററാക്ഷൻ നടത്താനും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അതിലൂടെ എനിക്ക് ഓഡിയൻസിനെ കിട്ടാനും പറ്റും. ഇപ്പൊ പല തരത്തില് ലൈവില് റവന്യൂ നേടുന്നവരുണ്ട്. അപ്പൊ ഞാൻ ലൈവ് ചെയ്യണ്ട, അല്ലെങ്കിൽ ലൈവ് ചെയ്യുന്നവരെ നിരുത്സാഹപ്പെടുത്തല്ല ചെയ്യുന്നത്. അതായത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക, ലൈവ് ചെയ്യുമ്പോൾ പല ലൈവ് ചെയ്യുന്നവർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഭയങ്കര ഫാൻ ബേസ് ഉണ്ടായിരിക്കും. അവർ സെലിബ്രിറ്റീസ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ ലൈവ് ചെയ്യുന്നവർ, അവർക്ക് ആ ഒരു സമയത്ത് വരും, ലൈവ് ചെയ്യും, അവർക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോളോവേഴ്സും ഫാൻ ബേസും, അവർക്ക് നല്ല രീതിയിലുള്ള റീച്ചും കിട്ടുന്നുണ്ടായിരിക്കും, അവർക്ക് ഷോർട്സും ഉണ്ടായിരിക്കും, ലോങ് വീഡിയോ ഒക്കെ അവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ബാലൻസിങ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. ഇനി അതല്ല, ലൈവ് മാത്രം ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് സബ്സ്ക്രിപ്ഷൻ ഒക്കെ, മെമ്പർഷിപ്പ് വഴിയൊക്കെ ജോയിൻ ബട്ടൺ ഒക്കെ എനേബിൾ ചെയ്ത് നല്ല വരുമാനം നേടുന്നവരുണ്ട്. പക്ഷെ 100% നമ്മളൊരു 99% ക്രിയേറ്റേഴ്സും ലൈവ് ഉപയോഗിച്ച് വരുമാനം നേടുന്നത് ഞാൻ കണ്ടിട്ടില്ല. പകരം ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ലൈവ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ലൈവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുത്തപ്പോൾ ഉള്ള അതേ അവസ്ഥ ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ക്യാഷ് പോയിട്ടില്ല, സമയം പോയിട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്? നിങ്ങൾ ലൈവ് ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല, ഞാൻ വീണ്ടും പറയാണ്. നിങ്ങൾക്ക് ലൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈവ് ചെയ്യുന്നത് വാച്ച് ടൈമിനും
ഇതിനും വേണ്ടിയിട്ടാകരുത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണം. സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ്, സൂപ്പർ താങ്ക്സ് ഉണ്ട്. ആ രീതിയിലൊക്കെ വരുമാനം നേടാനുള്ള ഓപ്ഷനുകളുണ്ട്. പക്ഷെ ഇത് മോണിറ്റൈസേഷൻ ആക്കി എടുത്ത് വാച്ച് ടൈം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് റവന്യൂ വരും എന്നുള്ളത് തെറ്റിദ്ധരിക്കരുത്. അപ്പോഴും നിങ്ങളുടെ മുന്നിൽ $100 എന്നുള്ളതിന് ലക്ഷക്കണക്കിനുള്ള വ്യൂസ് അവിടെ ടാർഗറ്റ് ആയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി ലൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫേസ് കാണിച്ച് ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നോ പ്രോബ്ലം, നമുക്കൊരു ടെൻഷനും ഇല്ല. പക്ഷെ പലരും വോയിസ് ഓവർ കൊടുത്തിട്ട് ലൈവ് ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ മോണിറ്റൈസേഷൻ ആകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും പ്രശ്നം സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്യുന്നവർക്കാണ്. അപ്പൊ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ലൈവ് നിങ്ങൾ ചെയ്ത് മോണിറ്റൈസേഷൻ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് മോണിറ്റൈസേഷൻ ആയാൽ പോലും പിന്നീട് അങ്ങോട്ട് ഡോളർ കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ വലിയ ടാസ്ക് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് സ്ക്രീൻ കാസ്റ്റ് ചെയ്ത് ലൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ അതിൽ വോയിസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ വോയിസ് അതിൽ കൃത്യമായിട്ട് കയറി വരേണ്ടതുണ്ട്. നിങ്ങൾ ചുമ്മാ ഒരു സ്ക്രീൻ കാസ്റ്റ് ഒരു വോയിസ് ഇല്ലാതെ കൊടുത്താലൊന്നും മോണിറ്റൈസേഷൻ യൂട്യൂബ് അപ്രൂവ് ചെയ്ത് തരില്ല. ഇതിനെക്കുറിച്ച് ഞാൻ വലിയ രീതിയിൽ ആധികാരികമായിട്ട് പറയാത്ത, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും തെറ്റിദ്ധരിക്കും, ഇങ്ങനെയാണ് യൂട്യൂബ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും. കാരണം മിക്ക ആളുകൾക്കും ചാനൽ തുടങ്ങുമ്പോൾ വ്യൂസ് വരില്ല, വാച്ച് ടൈം കയറില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അടുത്ത ഓപ്ഷൻ ലൈവ്. അപ്പൊ എല്ലാവരും ലൈവ് ചെയ്തിട്ട് വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കി പിന്നെ ഈ $100 ആവാതിരിക്കുമ്പോൾ യൂട്യൂബ് ശരിയല്ല, യൂട്യൂബിൽ കാര്യമില്ല എന്ന് തെറ്റിദ്ധരിക്കും. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെയല്ല യൂട്യൂബ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്കില്ല് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഓഡിയൻസിന് എന്താണ് വേണ്ടത് അതിനെ അനുസരിച്ച് നമ്മൾ റെഫർ ചെയ്ത് കണ്ടന്റ് കണ്ടെത്തി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി കഷ്ടപ്പെട്ട് സമയം സ്പെൻഡ് ചെയ്ത് സ്ക്രീൻ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്, അതല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ്, ഇനോതന്റിക് കണ്ടന്റ്, ഇങ്ങനെ ഒരുപാട് റീസണുകൾ പറഞ്ഞിട്ട് യൂട്യൂബ് മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ലൈവ് ചെയ്യുമ്പോൾ ഫേസ് കാണിച്ചിട്ട് ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പേടിക്കേണ്ടതില്ല. ഒരേ രീതിയിലുള്ള കാര്യം, അതായത് സ്ക്രീൻ കാസ്റ്റ് ഇങ്ങനെ ചെയ്ത് ഒരു സൗണ്ടും കാര്യങ്ങളും ഒന്നും കൊടുക്കാതെ അതിങ്ങനെ ചുമ്മാ റിപ്പീറ്റ് അടിച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുന്നതല്ല. ഇനി ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മൾ ലൈവ് ചെയ്യണോ ചെയ്യണ്ടേ, ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ലൈവ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ടാർഗറ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തരിക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതുപോലെ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്യുമ്പോൾ 100% മോണിറ്റൈസേഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. കാരണം യൂട്യൂബ് ആ ഒരു സമയത്ത് എവിടെ നിന്നാണ് വാച്ച് ടൈം വന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യും. AI ആണ്, പലരും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ ഈ AI ഉപയോഗിച്ചിട്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് റീയൂസ്ഡ് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ AI ആയതുകൊണ്ട് വാച്ച് ടൈം എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കിയിട്ട് മോണിറ്റൈസേഷൻ ഓൺ ആക്കി വിടുന്ന ചാനലുകളുണ്ട്. അവർ പിന്നീട് അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടെങ്കിലും, അപ്പൊ നിങ്ങൾ മറ്റു പലരുടെ നോക്കുമ്പോൾ അവർക്കൊക്കെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഏതെങ്കിലും ഒരു ക്രിയേറ്റർ, വൺ റീച്ച് ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്തിട്ട് വന്നവരുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ വരുന്നവരെന്താണ്, ലോങ്ങും ഷോർട്സും ചെയ്തിട്ട് വ്യൂസ് വരാത്തവരാണ് ഈ ഒരു വഴിയിൽ ചിന്തിക്കുക. അപ്പൊ നിങ്ങൾ തിരുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ വ്യൂസ് കുറയുമ്പോൾ പെട്ടെന്ന് പോയിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ച് ആ ക്രൈറ്റീരിയ മാത്രം കംപ്ലീറ്റ് ചെയ്യുന്നതിലേക്ക് നിങ്ങൾ പോകരുത്. യൂട്യൂബ് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, വളരെ ഈസിയാണ്. നമ്മൾ തിരിച്ചറിയുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഓഡിയൻസിന് എന്താണ് വേണ്ടത് എന്നുള്ളതും അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂട്യൂബ് നിങ്ങളെ കൈവിടില്ല. യൂട്യൂബിന് അറിയില്ല വലിയവരാണോ ചെറിയവരാണോ എന്നുള്ളതൊന്നും. യൂട്യൂബിന് എല്ലാവർക്കും ഒരേ റൂളാണ്. സോ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളെ സ്കില്ല് കണ്ടെത്തി ഓഡിയൻസിന്റെ ആവശ്യം കണ്ടെത്തി വീഡിയോ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെയൊക്കെ ചാനൽ എത്രയും വേഗത്തിൽ മോണിറ്റൈസേഷനായി സ്ഥിരമായി വരുമാനം ലഭിക്കുന്ന ചാനലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് യൂട്യൂബുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള യൂട്യൂബ് ടിപ്സുകൾ നിങ്ങളുടെ ചാനലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.